എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. LDC LGS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് 2021 ശേഷം 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ടോപ്പിക് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളുമാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാലയ നദികൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചത് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച 9ാമത്തെ ചോദ്യമായ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദി വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഹിമാലയ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോയത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ബൈതർണി എന്ന് പറയുന്ന നദിയാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ 2ഓളം ക്ലാസ്സിലൂടെ ആയിട്ട് ഗംഗാ നദിയെക്കുറിച്ചും സിന്ധു നദിയെക്കുറിച്ചും ഒക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇനി ഈ ഹിമാലയ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അവിടെ ഇനി അവശേഷിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ ബ്രഹ്മപുത്ര നദിയും കൂടെ പഠിക്കുക വഴി ഹിമാലയ നദികൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. എല്ലാ PSC പരീക്ഷകളിലും ഹിമാലയ നദികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പത്തെ 2 ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് LDC LGS പരീക്ഷയ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ക്ലാസ്സുകളെല്ലാം ആ ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഹിമാലയ നദികളിൽ നമ്മുടെ ഗംഗാ നദിയെക്കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ സിന്ധു നദിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ ചെയ്ത ക്ലാസ്സിന്റെ ലിങ്കും കൂടെ നൽകാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റിലും നൽകാവുന്നതാണ്. ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ പോയിട്ട് കാണാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ്. ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ചോദ്യങ്ങൾ വരാറുള്ള ഒരു മേഖലയാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയെ കുറിച്ചാണ്. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവമാണ്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് കിഴക്ക് ചെമയന്തുങ് ഹിമാലയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് കിഴക്ക് ചെമയുന്തുങ് ഹിമാലയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് സിന്ധു നദി പഠിച്ചപ്പെട്ടപ്പോഴും മാനസരോവർ തടാകത്തിന് അടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. മാനസരോവർ തടാകത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സിന്ധു ഉത്ഭവിക്കുമ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് ചെമയുന്തുങ് ഹിമാലയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇനി പഠിക്കാൻ പോകുന്നതാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ചുവന്ന, ചെമപ്പ് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചെമപ്പിലെ ചേയും നമ്മൾ ഈ പറയുന്ന ചെമയുന്തുങ് ഹിമാനിയും ഏകദേശം നമ്മൾ ഒരു പോലെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അങ്ങനെയാണെങ്കിൽ ചുവപ്പ്, ചെമപ്പ്, ചെമയുന്തുങ് ഹിമാനി ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എന്ന് പഠിക്കാൻ പറ്റും. ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് അല്ലെങ്കിൽ മാനസരോവർ തടാകത്തിന് കിഴക്കായിട്ടുള്ള ചെമയുന്തുങ് ഹിമാനിയിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഇത് PSC കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ചെമയുന്തുങ് ഹിമാനി എന്ന പേര് ഓർത്തിരിക്കുക. ഇനി ബ്രഹ്മപുത്ര നദി ഏകദേശം 2900 കിലോമീറ്ററോളം നീളത്തിൽ ഒഴുകുന്നുണ്ട്. അതിൽ ഇന്ത്യയിലൂടെ 916 കിലോമീറ്റർ, SCRTയിൽ 725 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ 916 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ SCRTയിലെ ടെക്സ്റ്റ് ബുക്കില് ഈ നദികൾ എന്ന് പറയുന്ന ഭാഗം പരിചയപ്പെടുത്തുന്ന അധ്യായത്തില് കൃത്യമായിട്ട് ഓരോ നദികളുടെ ദൂരം കോളത്തിൽ പറയുന്നുണ്ട്. അതിൽ 725 കിലോമീറ്റർ എന്നാണ് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഉത്തരം രേഖപ്പെടുത്തുക. 916 കിലോമീറ്റർ ആണ് ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റ് വെബ്സൈറ്റിലൊക്കെ ഉള്ളത്. അതേ സമയത്ത് 725 കിലോമീറ്റർ ആണ് SCRTയിലുള്ളത്. ഇനി ബ്രഹ്മപുത്ര എന്ന പേര് അതിന്റെ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രൻ എന്നതാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ അർത്ഥം എന്ന കാര്യം ഓർക്കുക. അവിടെ നിന്ന് തന്നെ ഒരു പോയിന്റ് കൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ബ്രഹ്മാവിന് പുത്രനോട് എന്തായിരിക്കും? ലവ് ആയിരിക്കും. ബ്രഹ്മാവിനോട് പുത്രൻ എന്തായിരിക്കും? ലവ് ആയിരിക്കും. ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് അർത്ഥം. അപ്പൊ ബ്രഹ്മാവിന് പുത്രനോട് ലവ് ആണ്. ലവ് എന്നതിൽ നിന്ന് പ്രാചീന കാലത്ത് ഈ ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്നത് ലൗഹിത്യ എന്ന പേരിലാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു ഫാക്റ്റും കൂടെ അതിനെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ബ്രഹ്മപുത്ര എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ കേട്ടു ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് കേട്ടു. അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ആ പേര് കേൾക്കുമ്പോൾ തന്നെ. അതേ സമയത്ത് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മാവിന് പുത്രനോട് ലവ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ബ്രഹ്മപുത്രയുടെ പ്രാചീന കാല നാമം എന്താണ്? ലൗഹിത്യ. ആ പേരൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പുരുഷ നാമധേയമുള്ള നദിയാണെന്ത്? ഈ പറയുന്ന ഹിമാലയൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര. ബാക്കി നമുക്കറിയാം ഗംഗയാണെങ്കിലും സിന്ധു ആണെങ്കിലും പുരുഷനാമമല്ല, മറിച്ച് നമ്മളിവിടെ പരിചയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ ആ ഒരു പേരെന്താണ്? ഒരു പുരുഷനാമത്തോട് അടുപ്പമുള്ള ഒരു പേരാണ്. അപ്പൊ നമുക്ക് പറയാം പുരുഷനാമമുള്ള നദിയാണെന്ത്? ഈ പറയുന്ന ബ്രഹ്മപുത്ര. അപ്പൊ ഹിമാലയ നദികളിൽ പുരുഷനാമമുള്ള നദി ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്.
ഇനി ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സിന്ധുവോ ഗംഗയോ ഒന്നുമല്ല, മറിച്ച് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പൊ ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ്. ഇനി ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയാണ്. ആസാമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാലും ബ്രഹ്മപുത്ര നദിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പരിചയപ്പെടുകയുണ്ടായിരുന്നു ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ബികോം എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്തു വെച്ചു. ബീഹാർ, ബികോമിലെ ബീഹാർ, കോസി. അതേപോലെ തന്നെ ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നതും കോസി നദിയാണ്. അതേപോലെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണെന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. അപ്പൊ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം നമ്മുടെ ആസാമിന്റെ ദുഃഖമെന്നും ആസാമിന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. അതായത് ബ്രഹ്മപുത്ര നദി മഴക്കാല സമയങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മപുത്ര നദി ആസാമിലെ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. എന്നാൽ അതിനുശേഷം ഈ നദി വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണ് ഒക്കെ നിക്ഷേപിക്കുക ഈ പ്രദേശങ്ങളിൽ, അത് കൃഷിക്ക് വളരെയധികം അനുയോജ്യമാണ്. അത് വഴി ഈ ആസാമിൽ ഈ പറയുന്ന മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഫലഭൂഷണമായിട്ടുള്ള ഒരു പ്രദേശത്തെ ക്രിയേറ്റ് ചെയ്യുകയും അങ്ങനെ ധാരാളം വിളകൾ ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്തു. അപ്പൊ അതുവഴി നമുക്ക് ആസാമിന്റെ ജീവരേഖയുമാണെന്നും പറയാം. ഒരേ സമയത്ത് ആസാമിന്റെ ദുഃഖവുമാണ്, അതേ സമയത്ത് ആസാമിന്റെ ജീവരേഖയുമാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഉത്ഭവസ്ഥാനത്ത്, അതായത് നമ്മള് ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് കിഴക്കായിട്ട് വരുന്ന ചെമയന്തുങ് ഹിമാനിയിൽ നിന്നാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു ഉത്ഭവ സ്ഥാനത്ത് നിന്ന് കിഴക്ക് ദിശയിലെ ഒരു 1200 കിലോമീറ്ററോളം ബ്രഹ്മപുത്ര നദി ഒഴുകുകയും അതിനുശേഷം നംച പർവ എന്ന് പറയുന്ന ഹിമാലയത്തിലെ കൊടുമുടിക്കടുത്ത് വെച്ചിട്ട് ഇതെന്ത് ചെയ്യും? യു ടേൺ തിരിയും. അപ്പൊ ഓർക്കുക, ഇത് ഉത്ഭവിക്കുന്നത് മാനസരോവർ തടാകത്തിന് കിഴക്ക് ചെമയന്തുങ് ഹിമാനിയിൽ നിന്നാണ്. അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് ഏകദേശം 1200 കിലോമീറ്റർ കിഴക്ക് ദിശയിൽ ഒഴുകുന്നു. എന്നിട്ട് ഹിമാലയത്തിലെ നംച പർവ എന്ന് പറയുന്ന കൊടുമുടിക്കടുത്ത് വെച്ചിട്ട് ഇതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു, അതായത് യു ടേൺ തിരിയുന്നു. എന്നിട്ട് ഇത് എങ്ങോട്ട് പ്രവേശിക്കുന്നു? നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ കൂടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട പോയിന്റുകൾ കൃത്യമായിട്ട് ഓർക്കണം. പറഞ്ഞ ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉത്ഭവിക്കുന്നത് നമ്മുടെ മാനസരോവർ തടാകത്തിന് കിഴക്ക് ചെമയന്തുങ് ഹിമാനിയിൽ നിന്നാണ്. ആ ഉത്ഭവിച്ചിട്ട് 1200 കിലോമീറ്ററോളം കിഴക്ക് ദിശയിൽ ഇത് ഒഴുകുന്നു. ഏതിലൂടെ? ടിബറ്റിലൂടെ. അതിനുശേഷം ഇതെന്താണ്? നംച പർവ എന്ന് പറയുന്ന കൊടുമുടിക്ക് അടുത്ത് വെച്ച് യു ടേൺ തിരിയുന്നു. അതിനുശേഷം അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന് പറയുന്ന സ്ഥലത്തു കൂടി ഇത് എങ്ങോട്ട് പ്രവേശിക്കും? നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്, പ്രദേശം ചോദിച്ചാൽ സാദിയാണ്. അതേ സമയത്ത് ഇത് യു ടേൺ തിരിയുന്ന പ്രദേശം ചോദിച്ചാൽ നംച പർവ എന്ന് പറയുന്ന ഹിമാലയൻ കൊടുമുടിയാണെന്ന കാര്യം ഓർക്കുക. ഇനി ഇത് ടിബറ്റിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ടിബറ്റിൽ ഈ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. അപ്പൊ ടിബറ്റിൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചാൽ സാങ്പോ എന്ന പേരിലാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. നാംച പർവ, അതുപോലെ തന്നെ സാങ്പോ, അതുപോലെ തന്നെ സാദിയ, ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ സാങ്പോ എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ബ്രഹ്മപുത്ര നദി നമ്മുടെ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിലെ പർവ്വത മേഖലകളിൽ ഇത് സിയാങ് എന്ന പേരിലും സമതലങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിഹാങ് എന്ന പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അരുണാചൽ പ്രദേശില് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരെന്താന്ന് വെച്ച് ദിഹാങ് എന്ന ഓപ്ഷൻ തരാം. ചിലപ്പോൾ സിയാങ് എന്നും തരാവുന്നതാണ്. എന്നാൽ കൃത്യമായിട്ട് പറയുകയാണ്, അരുണാചൽ പ്രദേശിലെ പർവ്വത മേഖലകളിൽ ഈ നദി അറിയപ്പെടുന്ന ഏത് പേരാന്ന് ചോദിച്ചാൽ ദിഹാങ് ആണ്. അതേ സമയത്ത് സിയാങ് എന്നാണ് അറിയപ്പെടുന്നത്. അതേ സമയത്ത് ദിഹാങ് എന്ന് എവിടെ അറിയപ്പെടുന്നു? സമതലങ്ങളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു. അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലെ പർവ്വത പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഇത് സിയാങ് എന്നറിയപ്പെടുന്നു. അതിനുശേഷം ഇത് സമതലങ്ങളിലേക്ക് വരുന്നു. അവിടെ ഇത് അറിയപ്പെടുന്നത് ദിഹാങ് എന്നാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ ബ്രഹ്മപുത്ര നദി ഈ പറയുന്ന അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് തന്നിട്ട് ഒന്നെങ്കിൽ ചിലപ്പോൾ ദിഹാങ്ങും തരാം, അല്ലെങ്കിൽ എന്ത് തരാം? സിയാങ്ങും തരാം. ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ?
നമ്മുടെ ഓപ്ഷൻ പോയിട്ട് കറപ്പിക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നു, പർവ്വത പ്രദേശങ്ങളിൽ സിയാങ് എന്നും ദിഹാങ് എന്ന് ഇവിടെ അറിയപ്പെടുന്നു, സമതല പ്രദേശങ്ങളിലും അറിയപ്പെടുന്നു. ഇനി ഈ ബ്രഹ്മപുത്ര നദി പ്രധാനമായിട്ട് ഒഴുകുന്നത് നമ്മുടെ ഇന്ത്യയിലെ അരുണാചൽ പ്രദേശ്, ആസാം എന്നീ 2 സംസ്ഥാനങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും. അതിന്റെ മറ്റ് നദീതട വ്യവസ്ഥ, അതായത് ഈ പറയുന്ന പോഷക നദികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രധാനമായിട്ടും അതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം ഒഴുകുന്നത് ഈ 2 സംസ്ഥാനങ്ങളിലൂടെയാണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ നമ്മൾ പഠിക്കാറുണ്ട്. ബ്രഹ്മപുത്ര കരയിലെ സുലോമിന ടീസ്റ്റാൽ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. സുലോമന ടീസ്റ്റാൾ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ഇത് പ്രധാനപ്പെട്ട അതിന്റെ പോഷക നദികൾ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ അതിൽ ബ്രഹ്മപുത്ര കര എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രഹ്മപുത്രയുടെ തീരത്തെ. അപ്പൊ ബ്രഹ്മപുത്ര നദി നമുക്ക് അവിടെ കിട്ടും. ഇനി സു എന്ന് പറയുന്നത് സുബൻസിരി ആണ്. ലോ എന്ന് പറയുന്നത് ലോഹിത് ആണ്. മ എന്ന് പറയുന്നത് മനാസ് ആണ്. അതുപോലെ തന്നെ ഇനി ടി ഉണ്ട്. ടി എന്ന് പറയുന്നത് ടീസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട എന്ത് കിട്ടും? ഈ പറയുന്ന പോഷക നദികൾ നമുക്ക് കിട്ടും. ഇത് കൂടാതെ ധൻസിരി ഉണ്ട്. അപ്പൊ നമുക്ക് സുബാൻസിരി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ധൻസിരി നമുക്ക് ഓർത്തിരിക്കാം. സുബാൻസിരി പഠിച്ചാൽ നമുക്ക് എന്ത് ഓർക്കണം? ധൻസിരിയും ഏകദേശം ഒരേപോലെ വരുന്നില്ല. ധൻസിരി, സുബാൻസിരി. ഇനി മറ്റൊന്ന് കലാങ്, കാമങ്, അതുപോലെ തന്നെ സങ്കോഷ്. ഇതൊക്കെ എന്താണ്? ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അതോടൊപ്പം തന്നെ രംഗോ സാങ്പോ എന്ന് പറയുന്നതും ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. അപ്പൊ ടിബറ്റിലെ സാങ്പോ എന്നറിയപ്പെടുന്നു. അപ്പൊ രംഗോ സാങ്പോ ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പൊ ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോഷക നദികൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു കോഡാണ് ബ്രഹ്മപുത്ര കരയിലെ സുലോമന ടീസ്റ്റാൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിൽ സു എന്ന് പറഞ്ഞാൽ സുബൻസിരി ആണ്. അപ്പൊ ആ സുബൻസിരി ഓർക്കുമ്പോൾ തന്നെ നമ്മൾ എന്തു ഓർക്കണം? ധൻസിരിയും ഓർക്കണം. സുബൻസിരി, ധൻസിരി. ഇനി അടുത്തത് ലോ എന്ന് പറയുമ്പോൾ ലോഹിത് ആണ്. മന എന്ന് പറയുമ്പോൾ മനാസ് ആണ്. അതേപോലെ തന്നെ ടീസ്റ്റാൽ എന്നതിൽ നിന്ന് ടീസ്റ്റേ നമുക്ക് കിട്ടും. ഇത് കൂടാതെ നമ്മളിവിടെ കുറച്ച് നദികളും പറയുന്നുണ്ട്. കലാങ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കാമങ് എന്ന് പറയുന്നത്, സങ്കോഷ് എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെട്ട രംഗോ സാങ്പോ എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ഇതിലെ ഏറ്റവും വലിയ പോഷക നദി ബ്രഹ്മപുത്രയുടേത് സുബൻസിരിയാണ് ഏറ്റവും വലിയ പോഷക നദി എന്ന കാര്യം ഓർക്കുക. ഇനി പോഷക നദിയായിട്ടുള്ള ടീസ്റ്റയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി എന്ന കാര്യം ഓർക്കണം. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി എന്ന കാര്യം ഓർക്കുക. അപ്പൊ സിക്കിമിന്റെ ജീവരേഖ, ആസാമിന്റെ ജീവരേഖ ബ്രഹ്മപുത്ര പഠിച്ചു. സിക്കിമിന്റെ ജീവരേഖ ഏതാണ്? ടീസ്റ്റയാണ്. അപ്പൊ ടീസ്റ്റയിലെ സിക്കിം ആ ഒരു പ്രദേശത്തൂടെയല്ല ഒഴുകുന്നത്. അപ്പൊ സിക്കിമിന്റെ ജീവരേഖ ടീസ്റ്റയിലെ സിക്കിം ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി സിക്കിം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ടീസ്റ്റ ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് എന്തുമായിട്ട് കൂടിച്ചേരുന്നത്? ബ്രഹ്മപുത്രയുമായിട്ട് കൂടിച്ചേരുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ബ്രഹ്മപുത്ര നദിയിൽ ബംഗ്ലാദേശിൽ വെച്ച് കൂടിച്ചേരുന്ന പ്രധാനപ്പെട്ട ഈ പറയുന്ന നമ്മുടെ ഈ ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ടീസ്റ്റേ ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് പരിചയപ്പെട്ടു. ബ്രഹ്മപുത്ര കരയിലെ സുലാമന ടീസ്റ്റാൽ എന്ന് ഓർക്കുക. സു എന്ന് പറയുമ്പോൾ സുബാൻസിരി ഓർത്തിരിക്കുമ്പോൾ ധൻസിരിയും ഒന്ന് ഓർക്കുക. ലോഹിത് ആണ്. മനാസ് ആണ്. ടീസ്റ്റാലിലെ ടീസ്റ്റ ഓർക്കുക. ഇനി നമ്മൾ ടീസ്റ്റ ഓർക്കുമ്പോൾ ആ സാ പിടിച്ചിട്ട് സിക്കിമിന്റെ ജീവരേഖ എന്ന് ഓർത്തിരിക്കുക. ഇതിന് പുറമെ കലാങ്ങും കാമങ്ങും അതോടൊപ്പം തന്നെ സങ്കോഷും അതോടൊപ്പം തന്നെ രംഗോ സാങ്പോയും ഒക്കെ എന്നാണ് ഈ പറയുന്ന നമ്മുടെ ഈ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ്. ഇത് ടിബറ്റിൽ വെച്ചിട്ട് ബ്രഹ്മപുത്ര നദിയിൽ കൂടിച്ചേരുന്നതാണ് ഈ രംഗോ സാങ്പോ എന്ന ആ ഒരു നദി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ടിബറ്റിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയിൽ കൂടിച്ചേരുന്ന പോഷക നദി ഏതാണ്? രംഗോ സാങ്പോയാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മാഞ്ചുലി ആണ്. അത് ആസാമിലാണെന്ന കാര്യം ഓർക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് ഈ പറയുന്ന മാഞ്ചുലി. അതേപോലെ തന്നെ ആസാമാണ്. ഒരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഒരു ദ്വീപാണ് ഈ പറയുന്ന മാഞ്ചുലി ദ്വീപ് എന്ന കാര്യം ഓർക്കണം. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായിട്ട് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ആസാമിൽ സ്ഥിതി ചെയ്യുന്ന മാഞ്ചുലി ദ്വീപാണ്. ഇനി ബ്രഹ്മപുത്ര തീരത്താണ് ആസാമിലെ ഗുവാഹത്തിയും ദിബ്രുഗഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്.
അപ്പൊ ദിബ്രുഗഡ്, ഗുവാഹത്തി ഏത് നദീതീരത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. ആസാമിന്റെ ദുഃഖമെന്നും ആസാമിന്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് തന്നെയാണ്. ഇനി ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നത് ദുബ്രി വഴിയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. സിന്ധുവിന്റെ കേസിൽ നമ്മൾ പഠിച്ചു, ചില്ലാറ് വഴി പാകിസ്ഥാനിലേക്ക് പോകുന്നത് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ ബ്രഹ്മപുത്രയുടെ കേസിൽ നമ്മൾ പഠിച്ചു സാദിയയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമെന്നും ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യമായ ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ദുബ്രി വഴിയാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ദുബ്രി വഴി എന്താണ്, ഈ ബംഗ്ലാദേശിലേക്ക് ഏത് പ്രവേശിക്കുകയാണ്, ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുകയാണ്. ബംഗ്ലാദേശിൽ നമ്മുടെ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. നമ്മൾ ഇന്നലെ പരിചയപ്പെടുകയുണ്ടായിരുന്നു. ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി, ഈ രണ്ട് നദികളും ഈ പറയുന്ന ബംഗ്ലാദേശിൽ വെച്ച് കൂടിച്ചേരും. ചാന്ദ്പൂർ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പ്രദേശത്ത് വെച്ചെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അവിടെ ഈ പറയുന്ന ഗംഗാ നദി ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ഇന്നലെ നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മളിവിടെ പരിചയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ജമുന എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ കുറെ പേരുകൾ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അതായത് ബ്രഹ്മാവിന്റെ പുത്രൻ എന്നാണ് അതിന്റെ അർത്ഥമെന്നും ബ്രഹ്മാവിന് പുത്രനോട് ലവ് ആണെന്ന് പറഞ്ഞ് പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്നു എന്ന് പഠിച്ചു. ഇത് ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് സാങ്പോയാണെന്ന് നമ്മൾ പഠിച്ചു. ഇത് പിന്നീട് അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ പർവ്വത മേഖലയിൽ സിയാങ് എന്നും ദിഹാങ് എന്ന് സമതലങ്ങളിലും അറിയപ്പെടുന്നു എന്ന് പഠിച്ചു. ഇപ്പോൾ ഇതാ നമ്മൾ മറ്റൊരു പേര് പരിചയപ്പെടുകയാണ്. PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ചിരിക്കുന്ന ഒരു പേര് ജമുന എന്ന പേരാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജമുന എന്ന പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ബംഗ്ലാദേശിൽ എന്താണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ എന്താണ്, ജമുന എന്ന പേരാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഈ ബംഗ്ലാദേശിലേക്ക് നമ്മുടെ ഈ പറഞ്ഞ ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്നു. അത് ജമുന എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒപ്പം നമ്മൾ പറഞ്ഞു പത്മ എന്ന പേരിലാണ് ഗംഗ അറിയപ്പെടുന്നത്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്നു. നമ്മൾ ഓൾറെഡി ഇന്നലെ പഠിച്ചതാണ്. ചാന്ദ്പൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് വെച്ച് കൂടിച്ചേരുന്നു. അതിനുശേഷം ഈ നദി മേഘ്ന എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നു. അപ്പൊ ഏതൊക്കെ രണ്ട് നദികൾ കൂടിച്ചേർന്നിട്ടാണ് മേഘ്ന എന്ന പേരിൽ ഒഴുകാൻ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ഓപ്ഷനില് നമ്മുടെ ബ്രഹ്മപുത്രയും ഗംഗ എന്ന് കാണാം, അല്ലെങ്കിൽ ഓപ്ഷനില് ജമുനയും അതേപോലെ തന്നെ പത്മ എന്ന് കാണാം. അതിനുശേഷം ഈ ചാന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മേഘ്നയായിട്ട് ഒഴുകി തുടങ്ങുകയും അത് പിന്നീട് എവിടെ പോയി പതിക്കും, ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കും. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ബ്രഹ്മപുത്ര നദിയുടെ പതനസ്ഥാനം ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലാണ്. ബംഗാൾ ഉൾക്കടലാണ്. ഇനി നോക്കുക, ഈ പതന സ്ഥലത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, സുന്ദരവനം ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഗംഗയുടെയും അതേപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയുടെയും ഒക്കെ നിക്ഷേപ ഫലമായിട്ട് രൂപം കൊണ്ട ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് സുന്ദരവനം ഡെൽറ്റ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും പതനസ്ഥാനത്താണ്. അതേപോലെ തന്നെ സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സുന്ദരവനം എന്ന പേര് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ അല്ലെങ്കിൽ കണ്ടൽക്കാട് എന്നൊക്കെ ചോദിച്ചാലും ഈ പറയുന്ന സുന്ദരവനം ഡെൽറ്റ പ്രദേശമാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യയില് അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഈ രണ്ട് രാജ്യങ്ങളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അതേപോലെ തന്നെ ബംഗാളിൽ റോയൽ ബംഗാൾ കടുവകൾ അധിവസിക്കുന്നത് ഈ പറയുന്ന സുന്ദരവൻസ് ഡെൽറ്റയിലാണ്. പലപ്പോഴും ചോദിക്കാറുണ്ട് സുന്ദരവനം പ്രദേശം ഏത് മൃഗത്തിന്റെ സംരക്ഷണ മേഖലയായിട്ട് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ബംഗാൾ കടുവകളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അത് നമുക്ക് പിന്നെ കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ബ്രഹ്മപുത്ര ഒഴുകുന്ന രാജ്യങ്ങൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശും അതേപോലെ തന്നെ ആസാമും നമ്മൾ പറഞ്ഞു. എന്നാൽ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. ടിബറ്റ് നിലവിൽ ചൈനയുടെ ഭാഗമായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ചൈന അല്ലെങ്കിൽ ടിബറ്റ് എന്ന് വരാം. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം അത് ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ച് ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു നദിയുടെ ഒഴുക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഏതെല്ലാം രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് കിഴക്ക് ചെമയുന്തുങ് ഹിമാലയിൽ നിന്ന് ഉത്ഭവിച്ച് 1200 കിലോമീറ്റർ കിഴക്കോട്ടൊഴുകി നംച പർവ എന്ന് പറയുന്ന കൊടുമുടിയുടെ അടുത്ത് വെച്ച് യൂട്ടേൺ ആയിട്ട് തിരിഞ്ഞ് നമ്മുടെ സാദിയ എന്ന് പറയുന്ന പ്രദേശത്തൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ദുബ്രി എന്ന് പറയുന്ന പ്രദേശത്തൂടെ അങ്ങ് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന 3 രാജ്യങ്ങൾ. ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ അത് മനസ്സിലേക്ക് വരും. ആ ഒരു ചിത്രം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. അതിന്റെ പേരാണ് ബോഗിബീൽ പാലം എന്ന കാര്യം ഓർക്കുക. എത്രയോ തവണ PSC പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിട്ട് അന്ന് വന്ന സമയത്ത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ചോദ്യമായിട്ട് വരാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ്
റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഏതാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ബോഗിബീൽ പാലമാണെന്ന കാര്യം ഓർക്കുക. ഇനി ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭുവൻ ഹസാരിക പാലം. അതായത് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം എടുക്കുന്നു, ആ പാലത്തിലെ ഏറ്റവും നീളം കൂടിയത് ഭുവൻ ഹസാരിക പാലമാണെന്ന കാര്യം ഓർക്കുക. ഇതിനെ നമ്മൾ ധോള സാദിയ എന്ന് പറയുന്ന ഈ രണ്ട് പ്രദേശങ്ങളെയാണ് ഇത് കൂട്ടിച്ചേർക്കുന്നത്, ധോളയും അതുപോലെ തന്നെ സാദിയയും. അപ്പൊ ഈ രണ്ട് പ്രദേശങ്ങളെ ഇത് കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ധോള സാദിയ പാലം എന്നും പറയുന്നുണ്ട്. 9.15 കിലോമീറ്റർ ആണ് ഇതിന്റെ ഏകദേശം നീളം പറയുന്നത്. അതേപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്ന ശരിക്കും ബ്രഹ്മപുത്രയുടെ ലോഹിത് എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ്. അതിന്റെ ഒരു ലോഹിത് ബ്രഹ്മപുത്രയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു പോഷക നദിയായിട്ട് പറയുന്ന ലോഹിത് എന്ന് പറയുന്ന നദി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് കുറുകെയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത്തിന് കുറുകെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, നമ്മളിവിടെ പരിചയപ്പെട്ട ഭുവൻ ഹസാരിക പാലം അല്ലെങ്കിൽ ധോള സാദിയ പാലം സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലം ചോദിച്ചാൽ അത് നമ്മുടെ ഭുവൻ ഹസാരിക പാലം അല്ലെങ്കിൽ ധോള സാദിയ പാലം. 9.15 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. അതേപോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്ന ലോഹിത് നദിക്ക് കുറുകെയാണ്. അപ്പൊ ചിലപ്പോൾ ബ്രഹ്മപുത്ര എന്ന ഓപ്ഷനിൽ തരാം, ചിലപ്പോൾ ലോഹിത് നദി എന്നും ഓപ്ഷനിൽ തരാം. നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാലമാണ് ധോള സാദിയ പാലം എന്ന കാര്യം ഓർക്കുക. എന്നാൽ കടലിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ അടുത്തൊക്കെ ഉദ്ഘാടനം ചെയ്ത അടൽ സേതു എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ഇതിനെ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഈ പറയുന്ന അടൽ സേതു ആണ് കടലിന് കുറുകെ ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും നീളം കൂടിയ പാലം എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കുന്നതാണ് അടൽ സേതു എന്ന് പറയുന്ന ഈ ഒരു പാലം. മുംബൈയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും പറയുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് മധ്യ മുംബൈയിലെ സെവ്രിയിൽ നിന്ന് തുടങ്ങുന്ന പാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത്. ആകെയുള്ള 21.8 കിലോമീറ്റർ ദൂരത്തിൽ 16.5 കിലോമീറ്റർ കടലിലും 5.8 കിലോമീറ്റർ കരയിലുമാണ് കടൽ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ട നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ധോള സാദിയ 9.15 കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന അടൽ സേതു ഇത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ായിട്ടൊരു ബന്ധവുമില്ല. ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കാൻ വേണ്ടി കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി വിചാരിക്കരുത് അടൽ സേതു ബ്രഹ്മപുത്രയാണെന്ന് വിചാരിക്കരുത്. ഇത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു, കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്, മറക്കരുത്. അവസാനം ഇതിന്റെ ഒപ്പം പഠിച്ചിട്ട് ഇതും ബ്രഹ്മപുത്രയാണെന്ന് കൂട്ടിച്ചേർക്കാൻ പാടില്ല. അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ ചോദിക്കാം, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക അടൽ സേതു ആണ് പഠിക്കുന്നത്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായിട്ട് പറയാൻ പറ്റും. കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ്. അതിൽ തന്നെ പറയാം കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ചോദിച്ചാൽ അടൽ സേതു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് എവിടെയാണ്, മധ്യ മുംബൈയിലെ സെവ്രിയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു പാലം നവി മുംബൈയിലെ ചിർലയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ രണ്ട് പ്രദേശങ്ങൾ, സെവ്രി ഉണ്ട്, മറ്റൊന്ന് ചിർലയുണ്ട്. സെവ്രി അതുപോലെ തന്നെ ചിർല, ഈ രണ്ട് പ്രദേശങ്ങൾ ഓർക്കുക. 21.8 കിലോമീറ്റർ ആണെന്ന് ഓർക്കുക. 21.8 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ദേശീയ ജലപാത 2 എത്രയോ തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. ദേശീയ ജലപാത 2 ഏത് നദിയിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. അത് എവിടെ മുതൽ എവിടം വരെയാണ്, സാദിയ മുതൽ ദുബ്രി വരെയാണ്. ഈ രണ്ട് പേരുകൾ കേൾക്കുമ്പോൾ മനസ്സിലായല്ലോ, ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സാദിയും ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ദുബ്രിയും. ആ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നാഷണൽ വാട്ടർ വേ 2 അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ മറക്കാതെ നിങ്ങൾ പഠിക്കും, ബ്രഹ്മപുത്ര നദിയിലാണ്. 891 കിലോമീറ്ററോളമാണ് നീളം. അതിൽ നീളത്തെക്കാൾ പ്രാധാന്യം ഏതൊക്കെ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ നാഷണൽ വാട്ടർ വേ 2 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ബ്രഹ്മപുത്ര നദിയിലാണ്. ഇത്രയും പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണത്തിന് മുമ്പായിട്ട് പിറവിയെടുത്ത നദികളാണ് പൂർവ്വകാലീന നദികൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറേ പോയിന്റുകളാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് പഠിച്ചു പോയത്. അപ്പോൾ ഇനി ഒരു ചെറിയ പോയിന്റും കൂടെ പറഞ്ഞുകൊണ്ട് ഹിമാലയ നദികൾ അവസാനിപ്പിക്കാം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കണ്ടു. അത് ഒന്നും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് പറയാം. ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണത്തിന് മുമ്പായിട്ട് പിറവിയെടുത്ത നദികളാണ് എന്തെന്ന് പറയുന്നത്, പൂർവ്വകാലീന നദികൾ എന്ന് പറയുന്നത്. അപ്പൊ പൂർവ്വകാലീന നദികൾ എന്ന് പറയുന്നത് എന്താണ്, ഹിമാലയൻ പർവ്വത രൂപീകരണത്തിന് മുമ്പായിട്ട് എന്താണ്
പിറവിയെടുത്ത നദിയാണ് ഈ പറയുന്ന പൂർവ്വകാലീന നദികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൂർവ്വകാലീന നദികൾ എന്ന് പറയുമ്പോൾ ഹിമാലയ പർവ്വതത്തിന്റെ രൂപീകരണത്തിന് മുമ്പായിട്ട് പിറവിയെടുത്ത നദികളാണ് പൂർവ്വകാലീന നദികൾ എന്ന് പറയുന്നത്. അതായത് ഹിമാലയം എന്ന് പറയുന്ന ആ ഒരു പർവ്വതം ആ ഒരു രൂപം പ്രാപിച്ച് തുടങ്ങുന്ന ആ ഒരു സമയത്ത് രൂപം കൊണ്ടിരിക്കുന്ന നദികളാണ് എന്തെന്ന് പറയുന്നത് പൂർവ്വകാലീന നദികൾ. അതായത് ഇന്നത്തെ ഈ നമ്മൾ ഈ കാണുന്ന ഹിമാലയം ആകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഹിമാലയം ഇന്നത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു എന്താ പറയാ ഹിമാലയ രൂപീകരണം കൊള്ളുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് എന്താണ് രൂപം കൊണ്ടിരുന്ന കുറച്ച് നദികളുണ്ട്. ആ നദികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൂർവ്വകാലീന നദികൾ എന്ന് പറയുന്നത്. ഹിമാലയത്തിന്റെ ഏറെ വടക്ക് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദികൾ ഹിമാലയത്തിന് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ഇത് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഹിമാലയത്തിന് ഏറെ വടക്ക് ഭാഗത്ത് നിന്നൊക്കെ ആയിട്ടാണ്. എന്നിട്ട് ഇത് ഈ പറയുന്ന സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ആഴമേറിയ ഗിരികന്ധരങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഇന്ത്യയിൽ മിക്കവാറും പൂർവ്വകാലീന നദികൾ ഉത്ഭവിക്കുന്നത് ടിബറ്റൻ മേഖലയിൽ നിന്നാണ്. അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട സിന്ധു ഒക്കെ ഉത്ഭവിക്കുന്ന ടിബറ്റൻ മേഖലയിൽ നിന്നാണ്. അപ്പൊ സിന്ധു, അതുപോലെ തന്നെ സത്ലജ്, കോസി, ബ്രഹ്മപുത്ര, സുബൻസിരി തുടങ്ങിയവയ്ക്ക് എന്താണ് പൂർവ്വകാലീന നദികൾക്ക് എന്താണ് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ സിന്ധു ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നു പറഞ്ഞു, അതുപോലെ തന്നെ ഈ പറയുന്ന ബ്രഹ്മപുത്ര ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞു, സത്ലജ്, കോസി, അതേപോലെ തന്നെ സുബൻസിരി, ഇതൊക്കെ എന്താണ് പൂർവ്വകാലീന നദികൾക്ക് ഉദാഹരണമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹിമാലയ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന നദികളുടെ പേരുകളാണ് ഞാൻ അവസാനമായിട്ട് പറഞ്ഞത്. ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട്, കാരണം ഇത് NCERT പഠിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ പുതിയ ഗൈഡുകളിലൊക്കെ തന്നെ ഈ SCERT NCERT ഫാക്ടുകളാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. ഏകദേശം എല്ലാ ഗൈഡിലും നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഗൈഡുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ ടാലന്റിന്റെ ആണെങ്കിലും ലക്ഷ്യയുടെ ആണെങ്കിലും ഒക്കെ ഗൈഡുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 10,000-4,000 പേജുകളിൽ ഈ പറഞ്ഞ എല്ലാ ഫാക്ടുകളും SCERT-യിലെ ഫാക്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ അവിടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് NCERT ജസ്റ്റ് വായിക്കുന്ന സമയത്ത് അവിടെ കണ്ടുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പൊ ഇവിടെ നോക്കുക, സിന്ധു, സത്ലജ്, കോസി, ബ്രഹ്മപുത്ര, സുബൻസിരി, ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 നദികളുടെ പേര് അത് ഓർത്ത് വെക്കുക. ഇത് പൂർവ്വകാലീന നദികൾക്ക് ഉദാഹരണമാണെന്ന് ഓർക്കുക. ഒരു പക്ഷെ വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷകളിൽ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ഇത് ചോദിക്കും. നമ്മൾ ഹിമാലയ നദികളൊക്കെ പഠിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ചിലവരൊന്നും കാണാതെ പോകുന്ന ഒരു ഭാഗമായിരിക്കും പൂർവ്വകാലീന നദികൾ. അതിന് ഉദാഹരണമാണ് സിന്ധു, സത്ലജ്, കോസി, ബ്രഹ്മപുത്ര, സുബൻസിരി. സിന്ധു, സത്ലജ്, കോസി, ബ്രഹ്മപുത്ര, സുബൻസിരി. ഇത് ടിബറ്റൻ പ്രദേശങ്ങളിൽ നിന്നാണ്, അതായത് ഹിമാലയത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇത് ഉത്ഭവിക്കുന്നത്. ഹിമാലയ പർവ്വതം രൂപീകരിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് രൂപം കൊണ്ടിരുന്ന നദികൾ എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോയിന്റൊക്കെ മനസ്സിൽ ഓർക്കാനുള്ളതേ ഉള്ളൂ. അതിൽ ഈ പറഞ്ഞ നദികളുടെ പേര് ഓർക്കുക: സിന്ധു, സത്ലജ്, കോസി, ബ്രഹ്മപുത്ര, സുബൻസിരി. അപ്പൊ എന്താണ് സിന്ധു, സത്ലജ്, കോസി, ബ്രഹ്മപുത്ര, സുബൻസിരി എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അപ്പൊ സിന്ധു ഉണ്ട്, അതിന്റെ പോഷകനദിയായിട്ട് വരുന്ന സത്ലജ് ഉണ്ട്, പിന്നെ കോസി വരും, പിന്നെ വരേണ്ടത് ബ്രഹ്മപുത്രയും അതിന്റെ പോഷകനദിയായിട്ടുള്ള സുബൻസിരിയും വരുമെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഹിമാലയ നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിലെ തൊട്ടടുത്ത ചോദ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മറ്റു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മളിപ്പോൾ കുറെ ടോപ്പിക്കുകൾ നമ്മൾ പറയുകയുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഈ 9 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ നമ്മുടെ LDC LGSന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ ഇനി കുറച്ച് ദിവസമേ നമ്മളെ മുന്നിലുള്ളൂ. ഇന്നിപ്പോ മാർച്ച് മാസം ഏകദേശം പകുതിയിലേക്കൊക്കെ പ്രവേശിക്കുന്നു. ഇനി അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും LDCയുടെ തീയതി വരാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ജനുവരി 1-ാം തീയതി നമ്മൾ LDCക്ക് വേണ്ടി നല്ലോണം പഠിക്കും. പുതുവത്സരമാണ്, ഇനി അങ്ങോട്ട് നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞ് പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ടാകാം, പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പക്ഷെ എത്രയോ പെട്ടെന്ന് ഈ പറഞ്ഞ 2.5 മാസം കടന്നുപോയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് 2.5 മാസം കടന്നുപോയതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള 3-4 മാസം നമ്മുടെ LDC പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ ആ 3-4 മാസം ഇതേ വേഗത്തിൽ കടന്നുപോകും. നിമിഷങ്ങൾ, അതായത് ഓരോ നിമിഷവും നമ്മൾ
പഠിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം നമ്മൾ പഠിച്ചു തീർക്കുക. അതുപോലെ തന്നെ വലിച്ചുവാരിയുള്ള പഠനമല്ല, മറിച്ച് ഈ പറയും പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ ചോദ്യം വന്നിരിക്കുന്ന ആ മേഖലകളൊക്കെ ഒന്ന് പഠിക്കുക. 10-17ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന 10th ലെവൽ പരീക്ഷയ്ക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 10th ലെവൽ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 17ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഈ 2024 എങ്ങനെ ഈ പറഞ്ഞ 10th ലെവൽ പരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കുക. അപ്പം ഇവിടെ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി എൽജിഎസിന്റെ ഫൈനൽ കീ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരു 5ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിയുമ്പോൾ, ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ, തുടർന്ന് 6ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കണ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും, ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് 17ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ 17ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 100 വെച്ച് നോക്കുമ്പോൾ 1700ഓളം ചോദ്യങ്ങൾ, 1700ഓളം ചോദ്യങ്ങൾ പ്ലസ് അതിന്റെ അനുബന്ധ വിവരങ്ങൾ ഞാൻ പോയി പഠിക്കണമല്ലോ എന്ന് വലിയ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങളൊരു 5-6 ചോദ്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, 5-6 ചോദ്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതേ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും 7ാമത്തെ ചോദ്യ പേപ്പർ മുതൽ ചോദിക്കാൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾ ഓൾറെഡി ടോപ്പിക് അടിസ്ഥാനമാക്കി ഈ പറഞ്ഞ 5-6 ചോദ്യ പേപ്പറിലൂടെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു റിവിഷൻ ആയിരിക്കും. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന ടോപ്പിക് അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊരു പുതിയ ടോപ്പിക് ആയിരിക്കും. അതായത് പിന്നീട് വരുന്ന ചോദ്യ പേപ്പറിൽ ഈ 100 ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ, അതിൽ ഈ നമ്മുടെ ഈ പറയുന്ന GK-യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോൾ അവിടെ നിങ്ങൾ എന്തായിരിക്കും, ചില ചോദ്യങ്ങളൊക്കെ റിവിഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓൾറെഡി പഠിച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് പോയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിച്ചു വിട്ടാൽ മതി. ബാക്കി നിങ്ങൾ പുതുതായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ്, ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും. അങ്ങനെ ഒരു 15ഓളം ചോദ്യങ്ങൾ കഴിയുമ്പോഴത്തേക്കും ബാക്കി പിന്നെ എല്ലാ അവശേഷിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തായിരിക്കും, ഒരു റിവിഷൻ എന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അതാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അല്ലാതെ ഈ 4000 പേജുകളൊക്കെ പോയിട്ട് ഗൈഡിൽ വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. പോരാത്തതിന് അതെല്ലാം എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം, നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്തെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത് എന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ 10-17ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ആ 17 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പറ്റിയാൽ നമ്മൾ ഇന്നോ നാളേക്കായിട്ടൊന്ന് അപ്ലോഡ് ചെയ്ത് തരാം. 17 പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഫൈനൽ ആൻസർ കീയും വെച്ചിട്ട് ഒരു PDF പറ്റിയാൽ നമ്മൾ ടെലിഗ്രാം ചാനൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. 2-3 ദിവസം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആ 17 പ്രീവിയസ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.